ആൻഡ്രോയിഡ് എന്ത് പാഴാണല്ലേ? ഐഫോൺ വേഴ്സസ് ആൻഡ്രോയിഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ ഭാഗത്താ? കമന്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയും, ഒരു ഐഫോൺ വാങ്ങുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഹിയർ ഈസ് വൈ. ഡിസ്ക്ലെയിമറോട് കൂടി തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ആൻഡ്രോയിഡ് വിരോധിയല്ല, ഞാൻ ആൻഡ്രോയിഡും ഐഫോണും ഉപയോഗിക്കുന്ന ആളാണ്. എന്നാൽ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ സ്ലോ ആയി കഴിഞ്ഞാലോ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ എനിക്ക് മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആസ് എ യൂട്യൂബർ എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ? 50,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഫോണ് ഒരു വർഷത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതൊരു വെർത്ത് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇനി ചിലർ പറഞ്ഞേക്കാം എനിക്ക് 50,000 രൂപ വർഷം തോറും മുടക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്തതാണെന്ന്. എന്നാലും ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കിയേ, ആണോ? എൻ്റെ കയ്യിൽ ഞാൻ 2019 വാങ്ങിച്ച ഒരു ഐഫോൺ 11 ഉണ്ട്. ഈ ഫോൺ എനിക്ക് ഇതുവരെ റീസെറ്റ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ഈ ഫോൺ പോരാ എന്ന് തോന്നേണ്ടയോ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ അകത്ത് പെർഫോമൻസ് കുറയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാമറ ക്വാളിറ്റി കുറയുകയോ ഓഡിയോ ക്വാളിറ്റി കുറയുകയോ സ്പീക്കറിൻ്റെ സൗണ്ട് കുറയുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും വന്നിട്ടില്ല. ഇപ്പോഴും 2022 ഈ ഫോൺ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടില്ല. എന്നാൽ 2019 എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആൻഡ്രോയിഡ് ഫോൺ എൻ്റെ കൺവെട്ടത്ത് പോലും ഇല്ല. അത് തന്നെയായിരിക്കും പൊതുവെ എല്ലാവരുടെയും കേസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കയ്യിൽ 2019 ഉണ്ടായിരുന്ന ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ? ഇനി ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അത് നേരെ വർക്ക് ആവുന്നുണ്ടോ? ഒരു ഇഷ്യൂസും ഇല്ലാതെ വർക്ക് ആവുന്നുണ്ടോ? ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ പ്രൈസ് ടു ഡ്യൂറബിലിറ്റി. അതായത് നിങ്ങളൊരു ഐഫോണിന് വേണ്ടിയിട്ട് 60,000 രൂപ മുതൽ 70,000 രൂപ വരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ പോയാലും ഒരു 5 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് ആ ഫോൺ നിൽക്കൂ എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ 2013 ഇറങ്ങിയിട്ടുള്ള ഐഫോൺ 5s 1.3 മെഗാ പിക്സൽ ക്യാമറയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള OnePlus 10 Proയിലുള്ള ഒരു ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ എൻ്റെ പോയിന്റ് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. 2013 ഇറങ്ങി 2015 ഞാൻ വാങ്ങിച്ച ഐഫോൺ 5s 2022 എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന OnePlus 10 Proയുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ OnePlus 10 Proയ്ക്കകത്ത് ഭയങ്കരമായിട്ട് നോയ്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഐഫോൺ 5s അകത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഓഡിയോയുടെ ഡെപ്തും ക്വാളിറ്റിയും കൂടുതലാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാ പിക്സൽ വേഴ്സസ് 1.3 മെഗാ പിക്സൽ എന്ന് പറയുന്നത് വലിയൊരു ദൂരമാണ്. ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം. 2015 ഞാൻ വാങ്ങിച്ച ഒരു ഫോണ് ഇന്നും എനിക്ക് ഉപയോഗിക്കാനും അതിനകത്ത് സിം ഇടാനും കോൾ ചെയ്യാനും ഒരു ഫോട്ടോ എടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2022 വാങ്ങുന്ന ഐഫോൺ എത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലാഗ് എന്ന് പറയുന്നത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഒപ്റ്റിമൈസേഷൻ. ഒരു ഫോണിൻ്റെ അകത്ത് കുറേ സ്പെക്ക് വാരി കയറ്റുന്നതിലും അതിൻ്റെ അകത്ത് ഒരു OS എങ്ങനെയെങ്കിലും വലിച്ചു വാരി ഇടുന്നതിലും അല്ല കാര്യം, അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സിങ്ക് വേണം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, സാമ്പാറിൻ്റെ കറിക്കകത്ത് മീൻ കുറച്ച് വാരി ഇട്ടതിന് ശേഷം അത് മീൻകറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ട്, ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്, അതിൻ്റെ കൂടെ മീനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂലല്ലോ. അത് തന്നെയാണ് ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നതും. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പം നിനക്ക് ലാഗേ വന്നിട്ടില്ലേന്ന്. ലാഗൊക്കെ വന്നിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ആപ്പിൾ റോൾ ഔട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ബഗ്ഗുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇത്രയും വർഷമായ ഫോണിൻ്റെ അകത്ത് ഇപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ചസും കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ആപ്പ് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഐഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അല്ലെങ്കിൽ പ്രത്യേക സുഖമാണ്. അതിനൊരു എക്സാമ്പിളാണ്, ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുകൂടി സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഷെയ്ക്ക് ആവും. എന്നാൽ ഐഫോണിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലോ ഭയങ്കര സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ആപ്പ് ഒപ്റ്റിമൈസേഷൻ ഐഫോണാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആപ്പിൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ആപ്പ് ഡെവലപ്പേഴ്സും iOSന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് മാത്രം എഫേർട്ട് എടുത്താൽ മതി, എല്ലാ ഫോണുകളിലും പക്കയായിട്ട് കിട്ടും. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. കോമ്പറ്റീറ്റീവ് ക്യാമറ പെർഫോമൻസ്. ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. 12 മെഗാ പിക്സലുള്ള ഐഫോണുകളിൽ നമുക്ക് കിട്ടുന്നത് ഒരു 100-200 മെഗാ പിക്സലുള്ള ഫോണിൻ്റെ അകത്ത്, ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് നമുക്ക് കിട്ടാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇമേജ് പ്രോസസ്സിങ്.
ഏറ്റവും നന്നായിട്ട് ഇമേജ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിലാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇരിക്കുന്നത്. ഒരു ഫോട്ടോ നമുക്ക് എത്ര മെഗാ പിക്സലിലുള്ള ക്യാമറയിലും എടുക്കാം, പക്ഷേ അത് എങ്ങനെ എഡിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ലൈറ്റ് കൂടുതലാണെങ്കിൽ ആ ലൈറ്റ് കുറച്ച്, അല്ലെങ്കിൽ ലൈറ്റ് കുറവാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്ത്, കുറച്ച് കളർ കൂടുതലാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത്, കളർ കുറവാണെങ്കിൽ കളർ കുറച്ചിട്ട് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഷോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത് ഭയങ്കര സംഭവമാണ്. വാട്സപ്പിൽ നമ്മളെല്ലാവരും ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ നമുക്ക് ഓഡിയോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അവരുടെ ഓഡിയോ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ഐഫോണിൻ്റെ അകത്തുള്ള മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി വരെ അത്രത്തോളം അടിപൊളിയാണ്. നിങ്ങൾ വാട്സപ്പിൽ ഓഡിയോ അയക്കുന്ന സമയത്ത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഭയങ്കര ഡെപ്തുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ള ഓഡിയോ അയക്കാനായിട്ട് പറ്റും. ഇതെന്തെങ്കിലും ഡിഫറൻസ് വരുത്തുമോ അല്ലെങ്കിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലവേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഐഫോൺ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് അവരുടെ സെക്യൂരിറ്റി കാരണമാണ്. അതായത് ഒരു ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും നമ്മുടെ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് തെറ്റാണ്. അത് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ 2,50,000 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് ഒരു ഐഫോണിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഓഫായി പോയാൽ പോലും നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ എവിടെയൊക്കെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വരെ സാധിക്കും. പക്ഷേ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോണൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് പോലെയും ഇരിക്കും എന്ന് വളരെ ആദ്യം തന്നെ, അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. ഫൈനലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ മാത്രമല്ല, സോഫ്റ്റ്വെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തെളിയിച്ച് തന്നിട്ടുള്ളത് തന്നെയാണ് ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പല പ്രോഡക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആപ്പിളിൻ്റെ മാക്കിൻ്റെ അകത്ത് നമ്മൾ ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ റെൻഡർ ചെയ്യാനായിട്ട് എടുക്കുന്നത്, അതായത് FCP എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൽ എടുക്കുന്നത് 2 മുതൽ 3 മിനിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ, അതേസമയം വിൻഡോസിൻ്റെ അകത്ത് അഡോബി പ്രീമിയർ പ്രോയിൽ നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മാക്കിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമിംഗ് PC-യുടെ അല്ലെങ്കിൽ ആ എഡിറ്റിംഗ് PC-നേക്കാളും കുറവാണെന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇവൻ വന്നിരുന്ന് ആപ്പിളിനെ പൊക്കി പറയാൻ ഇറങ്ങിയതാണ്. എന്നാൽ ആപ്പിളിൽ എനിക്കിഷ്ടപ്പെടാത്തതും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തത്, പലരും പറയുന്നുണ്ട് ആപ്പിൾ ഈസി ടു യൂസ് ആണെന്നുള്ളത്. ഈസി ടു യൂസ് ഒക്കെ തന്നെയാണ്. കോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും വാട്സപ്പ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ, വാട്സപ്പിൽ ഒരു ഡോക്യുമെൻ്റ് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനെ എടുക്കണമെങ്കിലോ ഒക്കെ കുറച്ച്, അതായത് ഇങ്ങനെ തൊടുന്നതിന് പകരം ഇങ്ങനെ തൊടുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ പരിപാടിയാണ് ഐഫോണിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈസി ടു യൂസ് എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് അല്ല. 2 സിം ഇടാൻ പറ്റൂല, ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. എല്ലാവർക്കും 2 സിം ഇടണമെന്നൊന്നുമില്ല, 1 സിം ഇട്ടാലും മതിയായിരിക്കാം. എന്നാൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് SD കാർഡ് ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഐഫോണിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് കിട്ടുന്ന കുറച്ച് സ്റ്റോറേജുകൾ മാത്രമേ ഉള്ളൂ. അതായത് 256 GB, 128 GB, പിന്നീട് അങ്ങോട്ട് പോകും. ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് എടുക്കുന്ന ഫോട്ടോസിനേക്കാളും ഫാർ കൂടുതലാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കയ്പ് നിറഞ്ഞ ഫാക്റ്റാണ്. ഈ പറഞ്ഞ പോരായ്മകൾ കേൾക്കാൻ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു നോർമൽ യൂസർ എന്ന നിലയ്ക്ക്, അതായത് നിങ്ങളെപ്പോലെയുള്ള ഒരു നോർമൽ സ്മാർട്ട് ഫോൺ യൂസറിന് ഇത് വളരെ 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 വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഐഫോണിനേക്കാളും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ വീണ്ടും ആദ്യത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഇമ്പോർട്ടൻ്റ് അല്ലേ? 60,000-70,000 രൂപ കൊടുത്ത് ഒരു ഫോൺ വാങ്ങിച്ച് അത് 6 വർഷം 7 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊരു നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ കണ്ട് ഫോൺ വാങ്ങരുത്. വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കിട്ടുന്നതായിരിക്കും. ബൈ.